നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷത്തിലെ 365 ദിവസവും സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കാമെങ്കിലും മുരുകന് പ്രാധാന്യമുള്ള ചില ദിവസങ്ങളുണ്ട്. ആഴ്ചകളിൽ ചൊവ്വാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ഇതൊക്കെ മുരുകന് പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. തിഥികളിൽ ഷഷ്ഠിതിഥി, അതുപോലെ തന്നെ നക്ഷത്രങ്ങളിൽ കാർത്തിക നക്ഷത്രം, വിശാഖം നക്ഷത്രം, പൂയം നക്ഷത്രം. പൂയം നക്ഷത്രത്തിലാണ് നമ്മൾ തൈപ്പൂയം ആഘോഷിക്കുന്നത്. വിശാഖം നക്ഷത്രത്തിൽ വൈകാശി വിശാഖമായിട്ടും. നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ളത് കാർത്തിക നക്ഷത്രമാണ്. ഭഗവാൻ കാർത്തികേയൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് കാർത്തിക നക്ഷത്രത്തിന് ഇത്രയധികം പ്രാധാന്യം വന്നതെന്ന് പറഞ്ഞാൽ, ഭഗവാനെ കാർത്തിക നക്ഷത്ര ദേവതകളായ 6 കൃത്തികമാർ, അതായത് 6 മാതാക്കൾ വളർത്തിയത് കൊണ്ടാണ് കാർത്തികേയൻ എന്ന പേര് ഭഗവാന് ലഭിച്ചതും കാർത്തിക നക്ഷത്രത്തിന് ഇത്രയധികം പ്രാധാന്യം വന്നതും. ഇന്ന് ഞാൻ പറയുന്നത്, മുരുക ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ഏതൊരു പ്രശ്നമാണെങ്കിലും നമുക്ക് 6 ദിവസം കൊണ്ട് അതിനൊരു റിസൾട്ട് കിട്ടും. അങ്ങനെയുള്ള ചെറിയൊരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. എല്ലാവർക്കും തന്നെ ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. ക്ഷേത്രത്തിൽ പോയി ചെയ്യാം, ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് എങ്ങനെ ചെയ്യാം എന്നും പറയുന്നുണ്ട്. ഇത് 6 ദിവസം എന്ന് പറഞ്ഞത് ചിലർക്ക് 6 മണിക്കൂർ കൊണ്ടും സാധിച്ചു കിട്ടിയെന്ന് വരും, ചിലർക്ക് 6 ദിവസം എടുത്തു എന്ന് വരും. മാക്സിമം 6 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ എന്താണോ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അതിന്റെ ഒരു പോസിറ്റീവ് സൈൻ എങ്കിലും നിങ്ങൾക്ക് ലഭിക്കും. കാരണം ചില കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ 6 ആഴ്ചയ്ക്കുള്ളിൽ അത് ശരിയായി കിട്ടും എന്നുള്ള സൂചനയെങ്കിലും നമുക്ക് മുന്നിൽ ഭഗവാൻ എത്തിച്ചു തരും. അത്രമാത്രം പവർഫുൾ ആണ്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു മുരുകനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിശേഷ ദിവസങ്ങളെ കുറിച്ച്. അതെന്തിനാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ ഒരു വഴിപാട് ചെയ്യുന്നത് കാർത്തിക നക്ഷത്രത്തിലാണ്. നമ്മൾ നാമം ചൊല്ലേണ്ടതും കാർത്തിക നക്ഷത്രത്തിലാണ്. അപ്പോൾ എങ്ങനെയാണ് കാർത്തിക നക്ഷത്രം എന്ന് പറയുമ്പോൾ, കാർത്തിക നക്ഷത്രം ഉള്ള സമയത്ത് വേണം ക്ഷേത്രത്തിൽ പോയി ഈ ഒരു കാര്യം ചെയ്യേണ്ടതും നാമജപം ചെയ്യേണ്ടതും. ക്ഷേത്രത്തിൽ ഇരുന്ന് നാമം ചൊല്ലാൻ സാധിക്കുന്നവർക്ക് ക്ഷേത്രത്തിൽ ഇരുന്ന് തന്നെ ചൊല്ലാവുന്നതാണ്. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ ഒരു ദീപം കൊളുത്തി വെച്ചും ഇരുന്ന് ചൊല്ലാവുന്നതാണ്. ഇപ്രാവശ്യം കാർത്തിക നക്ഷത്രം തുടങ്ങുന്നത് ഫെബ്രുവരി 23-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 4:33 അവസാനിക്കുന്നത് ഫെബ്രുവരി 24-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം 3:07 ഞാനിത് പറയുന്നത് ദൃക്പഞ്ചാംഗിൽ നമുക്ക് കാർത്തിക നക്ഷത്രത്തിന്റെ സമയം എൻ്റർ ചെയ്താൽ കിട്ടും. അപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കാർത്തിക നക്ഷത്രം 2026 ദൃക്പഞ്ചാങ് എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൺട്രി നെയിം കൂടി എൻ്റർ ചെയ്യുമ്പോൾ അവിടുത്തെ കാർത്തിക നക്ഷത്രത്തിന്റെ സമയം കിട്ടും. ഇപ്പോൾ ഇന്ത്യയിലുള്ളവരാണെങ്കിൽ ഒരു 10-15 മിനിറ്റിന്റെ ഒരു വ്യത്യാസം കാണും. കാരണം ഞാൻ ഇവിടെ എൻ്റർ ചെയ്യുന്നത് ബാംഗ്ലൂർ എന്നാണ്. അപ്പോൾ ട്രിവാൻഡ്രം എന്ന് എൻ്റർ ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു ടൈം തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് 4:30 തുടങ്ങുന്നതെങ്കിലും നാളെ ചൊവ്വാഴ്ചയും കാർത്തിക നക്ഷത്രവും ഒന്നിച്ചുള്ളത് കൊണ്ട് തന്നെ നാളെ ചെയ്യുന്നത് കൂടുതൽ ശ്രേഷ്ഠമായിരിക്കും. ഞാനിവിടെ 2026 കാർത്തിക നക്ഷത്രം വരുന്ന എല്ലാ സമയവും പറയുന്നുണ്ട്. അത് ലാസ്റ്റിൽ പറയാം. അപ്പോൾ ഈ ഒരു പ്രാവശ്യം ചെയ്യാൻ സാധിക്കാത്തവർക്ക് അടുത്ത വരുന്ന ഏതൊരു കാർത്തിക നക്ഷത്രത്തിലും ഇത് ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഡിസംബർ വരെ കാർത്തിക നക്ഷത്രത്തിന്റെ സമയം പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സ് ഉള്ള വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. കാർത്തിക നക്ഷത്രം വരുന്ന ദിവസം ആദ്യം തന്നെ ചെയ്യേണ്ടത് അടുത്തുള്ള മുരുകന്റെ അമ്പലത്തിൽ. അപ്പോൾ മുരുകൻ മാത്രമായിട്ടുള്ള അമ്പലവും ഉണ്ട്, അതുപോലെ തന്നെ വള്ളിയും ദേവസേനയുമായിട്ടുള്ള അമ്പലങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഏത് അമ്പലമാണെങ്കിലും മുരുകന്റെ പ്രതിഷ്ഠ, മെയിൻ ആയിട്ടുള്ള പ്രതിഷ്ഠ ആയിരിക്കാം, ഉപപ്രതിഷ്ഠ ആയിരിക്കാം, അതൊന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പോകുന്ന ക്ഷേത്രത്തിൽ മുരുക പ്രതിഷ്ഠ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം, ചിലപ്പോൾ ശിവക്ഷേത്രമായിരിക്കും, അവിടെ മുരുകന്റെ ഉപപ്രതിഷ്ഠ ആയിരിക്കും. അതൊന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല, മുരുകൻ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് പെരുംജീരകം എന്ന് പറയുന്നത്
ജീരകമല്ല, ജീരകം എന്ന് പറയുന്നത് ക്യുമിൻ സീഡ്സ് ആണ്. പെരും ജീരകം എന്ന് പറയുന്നത് ഫെനൽ സീഡ്സ് ആണ്. അതായത് മസാലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന നല്ല മണമുള്ള ജീരകത്തിനെയാണ് പെരും ജീരകം എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൽ നമുക്കൊരു 100 ഗ്രാം പെരുംജീരകം അല്ലെങ്കിൽ ഒരു 1/4 kg പെരുംജീരകം കൊടുക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യില്ല, വിഷമിക്കാനൊന്നുമില്ല. ആർക്കെങ്കിലും നമുക്ക് പെരുംജീരകം ഒരു 100 ഗ്രാമോ 1/4 കിലോയോ പെരുംജീരകം വാങ്ങി കൊടുത്താൽ മതി. ആർക്കെങ്കിലും എന്ന് പറയുമ്പോൾ അവിടെ പൂ വിൽക്കാൻ നിൽക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾസ് വെൻഡേഴ്സ്, സ്ട്രീറ്റ് വെൻഡേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും, നമ്മൾ സ്ഥിരമായി വാങ്ങുന്നവരെ നമുക്ക് പരിചയമുണ്ടായിരിക്കുമല്ലോ, അവർക്ക് കൊടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം, ഞാൻ സാധാരണ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എൻ്റെ പൂക്കാരിക്കോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കുന്ന മല്ലിയില, ഇഞ്ചി, പച്ചമുളക് ഒക്കെ ആയിട്ടൊക്കെ അവിടെ ആൾക്കാർ ഇരിപ്പുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് ഞാൻ സാധാരണ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഉള്ളവർക്ക് കൊടുത്താൽ മതി. അവർക്കാകുമ്പോൾ അതൊരു ഉപയോഗവുമാകും. ക്ഷേത്രത്തിൽ കൊണ്ടു ചെല്ലുമ്പോൾ അവർ അത് ചിലപ്പോൾ സ്വീകരിച്ചു എന്ന് വരില്ല. സ്വീകരിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു വിഷമമാകും. പിന്നെ ചില ക്ഷേത്രങ്ങളെ പറയും, അയ്യോ പെരുംജീരകമൊന്നും നമ്മളിവിടെ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയും. അങ്ങനെയുള്ള ഒരു സംസാരത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ഭഗവാനെ ഒരു നെയ്ദീപം കൊളുത്തിവെക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നെയ്ദീപം കൊളുത്തിവെക്കുക. അതിന് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ എന്തായാലും വിളക്ക് കാണും, അതിൽ എണ്ണ ഒഴിച്ചിട്ട് തിരിച്ചു വരിക. വരുന്ന വഴിയിൽ തന്നെ ആർക്കെങ്കിലും ഈ പറഞ്ഞ പെരുംജീരകം ഫെനൽ സീഡ്സ് 100 ഗ്രാമോ അല്ലെങ്കിൽ 1/4 കിലോയോ അവരവരുടെ കഴിവിനനുസരിച്ച് വാങ്ങിക്കൊടുത്ത് തിരിച്ചു വീട്ടിൽ വരിക. അതിനുശേഷം വീട്ടിലൊരു ചെറിയ നെയ്ദീപം കൊളുത്തി വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന ഒരു നാമമാണ് ചൊല്ലേണ്ടത്. ഒറ്റവരി നാമമാണ്. ഈ ഒരു നാമം ആ ഒരു കാർത്തിക നക്ഷത്ര ദിവസം മുഴുവൻ നമുക്ക് ചൊല്ലാവുന്നതാണ്. നമ്മൾ ആദ്യം ദീപത്തിന് മുന്നിലിരുന്ന് അത് തുടങ്ങണം. എത്ര തവണയാണ് നമ്മൾ ഇത് ചൊല്ലേണ്ടതെന്ന് പറഞ്ഞാൽ 1008 തവണയാണ് ചൊല്ലേണ്ടത്. അപ്പോൾ 1008 തവണ ഒറ്റയടിക്കിരുന്ന് ചൊല്ലേണ്ട ആവശ്യമില്ല. കാരണം 1008 തവണയൊക്കെ നമ്മൾ ഇരുന്ന് ചൊല്ലുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ സാധാരണഗതിയിൽ ഒന്ന് മാറിപ്പോകും. അങ്ങനെ ഒരിക്കലും മാറാൻ പാടില്ല. കാരണം നമ്മൾ ആ ഒരു നാമത്തിൽ തന്നെ പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് ഭഗവാന്റെ ആ രൂപം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ചൊല്ലേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? 308 ടൈംസ് ചൊല്ലാൻ സാധിക്കുന്നവരാണെങ്കിൽ 308 308 308 എന്ന് പറഞ്ഞ് കുറച്ച് സമയം ഗ്യാപ്പ് ഇട്ട് ചൊല്ലുക. 1 മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം അങ്ങനെ ചൊല്ലിയാൽ മതി. അങ്ങനെ നിങ്ങൾ ചൊല്ലി കൗണ്ട് ചെയ്ത് 1008 തവണ ചൊല്ലിയാൽ മാത്രം മതി. വീട്ടിലെന്തായാലും കടല, കപ്പലണ്ടി, ഗ്രീൻ പീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും കിച്ചണിൽ. അതൊരു 1008 തലേ ദിവസം തന്നെ കൗണ്ട് ചെയ്ത് ഒരു ബൗളിൽ ഇട്ട് വെക്കുക. അപ്പോൾ അത് നമ്മൾ മറ്റൊരു ബൗളിലേക്ക് ഇട്ട് നമുക്ക് ആ ഒരു കോൺസെൻട്രേഷനിൽ എത്ര തവണ ചൊല്ലാൻ സാധിക്കും അത്രയും തവണ ചൊല്ലുക. പിന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് വരാം. മറ്റു ജോലികളൊക്കെ ചെയ്ത് 1-2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ചൊല്ലാം. നിങ്ങൾ കേരളത്തിന് പുറത്താണ് താമസിക്കുന്നതെങ്കിൽ അവിടെയുള്ള മുരുകക്ഷേത്രത്തിൽ പെരുംജീരകം അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ പെരുംജീരകം കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും കാർത്തിക നക്ഷത്രത്തിൽ നമ്മൾ പെരുംജീരകം ഭഗവാന് സമർപ്പിച്ച് എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് നമുക്ക് അടുത്ത കാർത്തികയ്ക്കുള്ളിൽ എന്തായാലും സാധിച്ചു കിട്ടും എന്നുള്ളതാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കൊടുക്കാൻ പറ്റാത്തവർക്ക് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് മറ്റാർക്കെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൊടുക്കുക. ഇനി 1008 തവണ ചൊല്ലേണ്ട നാമം എന്താണെന്ന് പറയാം. 1008 തവണ ഒന്നിച്ചു ചൊല്ലാൻ സാധിക്കുന്നവരാണെങ്കിൽ മാത്രം ഒന്നിച്ചു ചൊല്ലിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര തവണ ഒരു സമയം ഇരുന്ന് ചൊല്ലാൻ സാധിക്കും അത്രയും തവണ മാത്രം ചൊല്ലുക. നമ്മൾ തുടങ്ങുമ്പോൾ മാത്രം ഒരു നെയ്ദീപം കൊളുത്തി വെച്ചാൽ മതി. അതിനുശേഷം മുരുകന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഇരുന്ന് ചൊല്ലിയാൽ മാത്രം മതി. പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലുമ്പോൾ ദീപം കൊളുത്തി വെക്കണം എന്നില്ല. ദീപം കൊളുത്തി വെക്കാൻ സാധിക്കുമെന്നുള്ളവർക്ക് കൊളുത്താം. ഇപ്പോൾ നമ്മൾ നട്ടുച്ചയ്ക്കാണ്, ഒരു ദിവസം മുഴുവൻ കാർത്തിക നക്ഷത്രമുണ്ട്. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയുമായിട്ടാണ് നമ്മൾ ചൊല്ലുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ചൊല്ലുമ്പോൾ ദീപം കൊളുത്തേണ്ട ആവശ്യമില്ല, ചൊല്ലിയാൽ മാത്രം മതി. ചൊല്ലേണ്ട നാമം ഇതാണ്: വരു തിരു സേവർ കൊടിയോൻ. വരു തിരു സേവർ കൊടിയോൻ, ഇതാണ് ചൊല്ലേണ്ടത്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, സേവൽ എന്നിവിടെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒരു പൂവൻ കോഴിയുടെ കൊടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കൊടി
കയ്യിൽ വെച്ചിരിക്കുന്ന ഭഗവാൻ ഓടി വന്ന് നമ്മളെ രക്ഷിക്കും, നമ്മളെ ബ്ലസ് ചെയ്യും എന്നുള്ളതാണ്. വരു തിരു സേവർ കൊടിയോൻ എന്ന് നമ്മൾ റിപ്പീറ്റായി ചൊല്ലുമ്പോൾ ഭഗവാൻ നമ്മുടെ അടുക്കലെത്തി നമ്മുടെ പ്രോബ്ലം എന്താണോ അത് നമുക്ക് സോൾവ് ചെയ്ത് തരും എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭക്തിയോടുകൂടി ചൊല്ലുക. 6 മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ സാധിച്ചു കിട്ടും, ചിലർക്ക് 6 ദിവസമായെന്ന് വരും. മാക്സിമം 6 ആഴ്ചയ്ക്കുള്ളിൽ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് മുരുക ഭഗവാൻ സാധിച്ചു നൽകിയിരിക്കും. എപ്പോഴും ന്യായമായിട്ടുള്ള ആവശ്യങ്ങളായിരിക്കണം, അപ്പോഴാണ് നമുക്കത് പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നത്. അപ്പോൾ പലർക്കും സംശയം തോന്നാം, നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കാമോ എന്നുള്ളത്. നിങ്ങൾ 1008 തവണ ചൊല്ലി തീരുന്നത് വരെയും നോൺ വെജ് കഴിക്കാതിരിക്കുക. കഴിയുമെങ്കിൽ ആ ഒരു ദിവസം നോൺ വെജ് കഴിക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഭഗവാന്റെ മുന്നിൽ ഇരുന്ന് മാത്രമല്ല, അല്ലാതെ ആ കാർത്തിക നക്ഷത്രം തുടങ്ങി അവസാനിക്കുന്നത് വരെയും നമ്മുടെ മനസ്സിൽ ഈ ഒരു നാമം തന്നെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് വളരെ നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. കാരണം അപ്പോഴാണ് നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നത്. ഇപ്പൊ ആദ്യം 108 തവണ ചൊല്ലി കഴിയുമ്പോൾ തന്നെ പിന്നെ അത് നമ്മുടെ നാവിൽ വന്നുകൊണ്ടേയിരിക്കും. വരു തിരു സേവൽ കൊടിയോൻ, വരു തിരു സേവൽ കൊടിയോൻ. നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അത് ചൊല്ലിക്കൊണ്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലി സമയത്ത് ചൊല്ലണ്ട, ഇടയ്ക്ക് കുറച്ച് റെസ്റ്റ് ഒക്കെ കിട്ടുന്ന സമയത്ത് കണ്ണടച്ചൊന്ന് ഭഗവാനെ ധ്യാനിച്ച് ചൊല്ലാവുന്നതാണ്. കാർത്തിക നക്ഷത്രത്തിൽ മാത്രമാണ് ഈ ഒരു നാമം ചൊല്ലി ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ ഒന്നിച്ചു ചെയ്യുമ്പോഴാണ് ഇതിന് റിസൾട്ട് കിട്ടുന്നത്. ഒന്ന്, മുരുകന്റെ അമ്പലത്തിൽ പോയി മുരുകനെ കണ്ട് ദർശനം നടത്തി നമ്മുടെ പ്രാർത്ഥന ഭഗവാനോട് പറയണം. രണ്ടാമത്തേത്, പെരുംജീരകം ദാനമായി കൊടുക്കണം. മൂന്നാമത്തേത്, ഈ ഒരു ഒറ്റ വരി 1008 തവണ പൂർണ്ണമായ കോൺസെൻട്രേഷനോടുകൂടി ചൊല്ലണം. ഈ 3 കാര്യങ്ങളാണ് മിസ് ചെയ്യാൻ പാടില്ലാത്തത്. ഇനിയിപ്പോൾ വീടിനടുത്ത് ക്ഷേത്രം ഇല്ല എന്നുള്ളവർ വീട്ടിൽ തന്നെ ഇരുന്ന് ചൊല്ലാം. പക്ഷെ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ ദർശനം നടത്തി പ്രാർത്ഥിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് തന്നെ കാര്യം സാധിച്ചു കിട്ടും. ഇനി ഈ 2026 കാർത്തിക നക്ഷത്രം വരുന്ന സമയമാണ് പറയുന്നത്. നിങ്ങൾക്കൊരു കാര്യം സാധിച്ചു കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു കാര്യത്തിന് വേണ്ടി വീണ്ടും ഇത് ചെയ്യാവുന്നതാണ്. ഫെബ്രുവരിയിലെ കാർത്തിക നക്ഷത്രത്തിന്റെ സമയം ഞാൻ പറഞ്ഞു. ഇനി മാർച്ചിൽ കാർത്തിക നക്ഷത്രം വരുന്നത് മാർച്ച് 22-ാം തീയതി രാത്രി 10:42 തുടങ്ങി 23-ാം തീയതി രാത്രി 8:49 വരെയാണ്. അപ്പോൾ മാർച്ച് 23-ാം തീയതി തിങ്കളാഴ്ചയാണ് കാർത്തിക നക്ഷത്രം ഉള്ളത്. ഏപ്രിൽ മാസം 19-ാം തീയതി രാവിലെ 7:10 മുതൽ ഏപ്രിൽ 20-ാം തീയതി രാവിലെ 4:35 വരെയാണ്. അപ്പോൾ ഏപ്രിൽ 19-ാം തീയതിയാണ് കാർത്തിക നക്ഷത്രം വരുന്നത്. മെയ് മാസത്തിൽ കാർത്തിക നക്ഷത്രം ആരംഭിക്കുന്നത് 16-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 5:30 അവസാനിക്കുന്നത് മെയ് 17-ാം തീയതി ഉച്ചയ്ക്ക് 2:32 അപ്പോൾ ഈ സമയത്തിനുള്ളിൽ വേണം ചെയ്യേണ്ടത്. ജൂൺ 13-ാം തീയതി രാവിലെ 4:05 തുടങ്ങി ജൂൺ 14-ാം തീയതി അതികാലെ 1:16 അവസാനിക്കും. ജൂലൈ മാസം 10-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:15 ആരംഭിച്ച് 11-ാം തീയതി 11 മണി രാവിലെ 11 മണിക്ക് അവസാനിക്കും. ഓഗസ്റ്റ് മാസം 6-ാം തീയതി വ്യാഴാഴ്ച രാത്രി 8:13 ആരംഭിച്ച് ഓഗസ്റ്റ് മാസം 7-ാം തീയതി സന്ധ്യയ്ക്ക് 6:43 അവസാനിക്കും. സെപ്റ്റംബർ 3-ാം തീയതി വ്യാഴാഴ്ച അതികാലെ 1:43 മുതൽ സെപ്റ്റംബർ 4-ാം തീയതി അതികാലെ 12:29 വരെയാണ്. അതായത് സെപ്റ്റംബർ 3-ാം തീയതിയാണ് കാർത്തിക. സെപ്റ്റംബറിൽ 2-ാമത് കാർത്തിക നക്ഷത്രം 30-ാം തീയതി വരുന്നുണ്ട്. അത് രാവിലെ 7:36 മുതൽ അടുത്ത ദിവസം ഒക്ടോബർ 1-ാം തീയതി രാവിലെ 6:02 വരെയാണ്. ഒക്ടോബർ മാസം 27-ാം തീയതി ചൊവ്വാഴ്ച 3:39 വൈകുന്നേരം 3:39 മുതൽ ഒക്ടോബർ 28-ാം തീയതി ഉച്ചയ്ക്ക് 1:26 അവസാനിക്കും. നവംബർ മാസത്തിൽ കാർത്തിക നക്ഷത്രം 24-ാം തീയതി ചൊവ്വാഴ്ച അതികാലെ 2:02 ആരംഭിച്ച് അന്ന് തന്നെ രാത്രി 11:25 അവസാനിക്കും.
ഡിസംബർ 21 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:08 ആരംഭിക്കും. ഡിസംബർ 22 രാവിലെ 10:45 അവസാനിക്കും. അപ്പോൾ ഇവിടെ കാർത്തിക നക്ഷത്രം ഉള്ള സമയത്താണ് ക്ഷേത്രത്തിൽ പോകേണ്ടതും ഈ ഒരു നാമം ചൊല്ലേണ്ടതും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.